بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് സുമർ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ വചനങ്ങളിൽ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ പാരായണപരമായ നിയമങ്ങൾ, കാര്യങ്ങൾ അത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വല്ലദീന ജ്തനബു ത്വാഗൂത്ത്, അവിടെ ഈ ജ്തനബു എന്നതിലെ ജീമിൻ്റെ സുക്കൂനിന് ഖൽഖല നൽകി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിക്കണം എന്നതാണ്. ഖൽഖല സൂറയാണ്. അപ്പോൾ വല്ലദീന ജ്തനബു, ഇജ്തനബു ത്വാഗൂത, ത്വാഉം അതിൻ്റെ അലിഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും ഇവ രണ്ടിനെയും തഫ്ഖീം ചെയ്യാണ് വേണ്ടത്. തടിപ്പിച്ച് പെരുപ്പിച്ചോതുക, അതാണ് തഫ്ഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വാ ഇത്ബാഖിൻ്റെ ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്, ഖവിയായ ഹർഫാണ്. അതുപോലെ തന്നെ ശേഷം വരുന്ന ഗൈനിനും തഫ്ഖീം നിസ്ബി കൊടുക്കണം. അപ്പോൾ ത്വാഗൂത, ഈ തഫ്ഖീം ശേഷമുള്ള തായിലേക്ക് പകരരുത്, സൂക്ഷിക്കേണ്ടതാണ്. ത്വാ എന്നായി പോയത്. താ ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തർക്കീഖാണ്, അതിന് കൊടുക്കേണ്ടത്. അപ്പോൾ الطاغوت, തായിൽ യാതൊരു മാറ്റം വരരുത്. അൻ യഅ്ബുദൂഹാ, അൻ ഈ സാക്കിനത്തായ നൂനിനെ ശേഷമുള്ള യായിൽ ഇദ്ഗാം ചെയ്ത് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന, ലയിപ്പിച്ച് മണിക്കണം. അൻ യഅ്ബുദൂഹാ വഅനാബൂ, ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. കാരണം വാവ്, ദീർഘാക്ഷരമായ വാവ് ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും അനാബു എന്ന യഅ്ബുദൂഹ അനാബു ഇലല്ലാഹി, ഇലല്ലാഹി എന്നതിലെ ആ പദത്തിൻ്റെ തുടക്കത്തിൽ വന്ന ഹംസ, അപ്പോൾ ഇവ രണ്ടും വേർപിരിഞ്ഞ് 2 പദങ്ങളിലായി വന്നതാണ് ഈ ദീർഘം ഉണ്ടാകുവാനുള്ള കാരണം. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. ഇലല്ലാഹി, അള്ളാഹ് എന്ന ലഫ്ളുൽ ജലാല, അതിലെ ലാമിനെയും അലിഫിനെയും തഫ്ഖീം ചെയ്യേണ്ടതാണ്, തടിപ്പിക്കണം. അല്ലാഹി. ലഹുമുൽ ബുശ്റാ, ലഹുമുൽ ബുശ്റാ, ബുഷ് ബുഷ് എന്ന് പറയുമ്പോൾ ഷീനിന് വ്യക്തമായ അതിൻ്റെ ഉച്ചാരണം കൊടുക്കുക. തഫശി അതിൻ്റെ ഒരു പ്രത്യേക വിശേഷണമാണ്. വ്യാപനം, പരപ്പ്, പരക്കുക എന്നൊക്കെയാണ് തഫശിയുടെ അർത്ഥം. റാവും അതിൻ്റെ അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ടതാണ്. അൽ ബുഷ് റാ, റാ ഷിറ, ബുഷ്റ എന്ന് മലയാളത്തിലെ റാ ഇപ്പോഴത് ബുഷ് റാ. ഫബശ്ശിർ ഇബാദ്, ഫബശ്ശിർ അതിലുള്ള റായിനെ തർക്കീഖ് ചെയ്യണം. സാക്കിനത്തായ റാവും തൊട്ട് മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുമാണുള്ളത് എന്നതുകൊണ്ട് റായിനെ നേർപ്പിക്കുക. ഫബശ്ശിർ ഇബാദ്. ദാലിൽ ഖൽഖല കുബ്ര കൊടുത്ത് വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് വഖഫ് ചെയ്യുക. الذين يستمعون القول, يستمعون ഐന് വ്യക്തമാക്കി ഉച്ചരിക്കുക. അൽ ഖൗല, ഖാഫിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിക്കണം. അൽ ഖൗല ഫയത്തബിഊന, ഫയത്തബിഊന, ഫയത്തബിഊന എന്നൊന്നും തടിപ്പിച്ചു പോകരുത്, തഫ്ഖീം വരരുത്, തർക്കീഖൻ. ഫയത്തബിഊന അഹ്സന, അഹ്സന അവിടെ വഖഫ് ചെയ്യുമ്പോൾ
ഹായിന് സുക്കൂനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അഹ്സന. എന്നാൽ ചേർത്ത് ഓതുകയാണെങ്കിൽ അവിടെ മദ്ദുസ്സിലത്തിൽ കുബ്റ കൊടുത്ത് അഹ്സനഹു ഉലൈക എന്ന് ഓതണം. നിർത്തുകയാണെങ്കിലോ അഹ്സന എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും വേണം. അപ്പോൾ ചേർത്തോതുമ്പോൾ അഹ്സനഹു ഹ ഉദ്ദമീറിൻ്റെ ദീർഘാക്ഷരമായ വാവിനെ മുൻഫസിലിൻ്റെ ഹുക്മായ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമായ മദ്ദുസ്സിലത്തിൽ കുബ്ര കൊടുക്കണം. ഉലൈക ഈ ദീർഘം, ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്. ഹായികളാണ് പലപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോവുക. വ്യക്തമായി ഹാ ഉച്ചരിക്കൂല. പ്രത്യേകമായ ഒരു ഉച്ചാരണ പരിശീലനമൊന്നും ആവശ്യമുള്ള അക്ഷരമല്ല ഹാ. എന്നാലും വ്യക്തമാക്കൂല. പലരുടെയും പാരായണത്തിൽ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റാറില്ല. സൂക്ഷിക്കുക, എല്ലാ ഹർഫും അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കാൻ ശ്രമിക്കണം. ഉലൈക വീണ്ടും ഉലൈക എന്ന പദം വന്നു. മദ് മുത്തസിൽ വാജിബ് നൽകി അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. ഹും ഉലുൽ അൽബാബ്. ഹും ഇതിലുള്ള സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ്. ഇവിടെ ഊലു എന്നൊന്നും ഉച്ചരിച്ച് പോകരുത്. ആ വാവ് ഉച്ചാരണത്തിലില്ലാത്ത അക്ഷരമാണ്. അതേപോലെ ഉലു എന്നതിന് ശേഷമുള്ള അലിഫും അവ രണ്ടിനു മുകളിലും ഒരു വൃത്താകൃതിയിലുള്ള ചിഹ്നം കൊടുത്തത് അതിനെ വസ്ലിലും വഖഫിലും ഒന്നും തന്നെ ഉച്ചാരണത്തിൽ അതുണ്ടാവുകയില്ല. വഖഫിൽ ഉലു എന്ന് പറഞ്ഞ് നിർത്തണം. നിർത്തുകയാണെങ്കിൽ ഉലു എന്നാണ് നിർത്തുക. പക്ഷെ അവിടെ നിർത്താൻ എന്തില്ല, സാധാരണ നിലക്കൊരു അവസ്ഥ ഉണ്ടാവുകയില്ല. പക്ഷെ ഉച്ചാരണത്തിൽ നിന്നും അത് കളയപ്പെടേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് അതിന് മുകളിലുള്ളത്. ഉലുൽ അൽബാബ്. അൽബാബ് ഹംസയെ വ്യക്തമാക്കി മുറിച്ച് ഓതണം എന്ന് ശ്രദ്ധിക്കുക. അൽബാബ് അവസാനിപ്പിക്കുമ്പോൾ ഖൽഖല കുബ്ര നൽകി ബാഇൻ്റെ സുക്കൂൻ വ്യക്തമാക്കേണ്ടതാണ്, ചലിപ്പിച്ചോതേണ്ടതാണ്. അഫമൻ ഹഖ സകിന നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി വെളിവാക്കണം. അഫമൻ ഹഖ ഖാഫിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചോതണം. ഖവിയ അക്ഷരമാണ്. ഹഖ ശിദ്ദത്തിൻ്റെ അക്ഷരമാണ്. അലൈഹി കലിമത്തുൽ അദാബ്, കലിമത്തുൽ അദാബി. അഫഅൻത ഈ പദത്തിലെ സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. പ്രകാരം തുൻഖിദു ഇതിലും അങ്ങനെ തന്നെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. അതേപോലെ മൻ ഫിന്നാർ, മൻ എന്നതിലെ സാക്കിന നൂനും ഇഖ്ഫാ ചെയ്യേണ്ട ഇഖ്ഫാ ഹഖീഖിയുടെ നൂനാണ്, അവ്യക്തമാക്കി മറച്ച് മണിക്കണം. അപ്പോൾ ഈ 3 പദങ്ങൾ അൻത തുൻഖിദു മൻ ഫിന്നാർ. അന്നാർ ഇവിടെ നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. അലിഫിനെ ദീർഘിപ്പിച്ചുകൊണ്ട് റായിൽ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചാണ് ഓതേണ്ടത് വഖഫ് ചെയ്യുമ്പോൾ. അന്നാർ. ലാകിനില്ലദീന ഇത്തഖൗ, ഇത്തഖൗ എന്നതിലെ ഖാഫ് തഫ്ഖീം ചെയ്യുക, പൂർണ്ണമായ തഫ്ഖീം. റബ്ബഹും വീണ്ടും റായിനും തഫ്ഖീം കൊടുക്കുക. റബ്ബഹും ലഹും ഗുറഫ്,
രണ്ട് സാക്കിന മീമുകൾ അവിടെ വന്നു, രണ്ടും ഇൽഹാറിൻ്റെതാണ്, ഇൽഹാർ ഷഫവി. ഗുറാഫുൻ, ഗൈന് തഫ്ഖീം നിസ്ബി, റാഇനും തഫ്ഖീം. ഗുറാഫും മിൻ, ഫുൻ എന്നതിലെ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് ശബ്ദമുള്ള മീമിനെ മാത്രമാണ് മണിച്ചുകൊണ്ട്. ഗുറഫും മിൻ ഫൗഖിഹ, മിൻ ഫൗഖിഹ, മിൻ എന്നതിലെ നൂനിനെ, സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ഫൗഖിഹ, ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മതി. ഗുറഫും മബ്നിയ്യ, വീണ്ടും ഫായിൻ്റെ തൻവീൻ ശേഷമുള്ള മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഇത് ബിഗുന്ന കാമിൽ. മബ്നിയ്യ, ബായിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. മബ്നിയ്യതുൻ തജ്രി മിൻ തഹ്തിഹ, മബ്നിയ്യതുൻ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി ചെയ്യണം. തജ്രി എന്നതിലെ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. വീണ്ടും മിൻ തഹ്തിഹ, തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. അൽ അൻഹാർ, ഈ പദത്തിലെ സാക്കിന നൂൻ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ചോതുക. വഅദല്ലാഹ്, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, അതിലും ലാമിനെയും അലിഫിനെയും തഫ്ഖീം ചെയ്യണം. ലാ യുഖ്ലിഫുല്ലാഹു, വീണ്ടും അല്ലാഹു വരുന്നുണ്ട്. ലാ യുഖ്ലിഫു, ഖാഇൻ്റെ തഫ്ഖീം മറന്നുപോയത്. ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്, അൽ മീആദ്, ദാലിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. أفمن حق عليه كلمة العذاب أفأنت تنقذ من في النار. لكن الذين اتقوا ربهم لهم غرف من فوقها غرف مبنية تجري من تحتها الأنهار وعد الله لا يخلف الله الميعاد. بسم الله، الحمد لله.